എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ് കേട്ടോ. സ്പെഷ്യൽ ബിരിയാണി. ബിരിയാണി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും നാവൊരു വെള്ളം വരുമല്ലോ. ഇതൊരു സ്പെഷ്യൽ ബിരിയാണി കൂടി ആയാലും ചിക്കൻ വറുത്തുണ്ടാക്കുന്ന ഒരു ബിരിയാണി കേട്ടോ. അടിപൊളിയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും. ബിരിയാണിക്ക് വേണ്ടിയിട്ട് 2 കിലോ ചിക്കൻ ആട്ടോ മേടിച്ചത്. പക്ഷേ ഇതിപ്പോൾ അളവ് 1.25 ഉണ്ടാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഞാൻ വല്ലാതുള്ള എല്ല് കഷ്ണങ്ങളൊക്കെ ഇതൊന്ന് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള ആദ്യത്തെ പരിപാടി നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, 2 നാരങ്ങയുടെ നീര്, തൈര് 2 ടേബിൾ സ്പൂൺ. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ വേണ്ടത്. തൈര് കഴിയുന്നതും കട്ടി തൈരൻ എടുക്കാൻ ശ്രമിച്ചോളൂ. അല്ലെങ്കിൽ നാരങ്ങ നീരും തൈരും കൂടി ആകുമ്പോഴേക്കും ചിക്കനിൽ തന്നെ വെള്ളം വരും. അപ്പോൾ അത് വറുത്തെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇനി നമ്മളിതെല്ലാതും കൂടി മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴേക്കും ഈ ചിക്കനിക്ക് മസാലകളൊക്കെ നന്നായി പിടിക്കും കേട്ടോ. ബിരിയാണിയിലുള്ള സ്ഥിരം വലിയ ചിക്കൻ കഷ്ണങ്ങളെ ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെറുതാക്കാമെന്ന് വിചാരിച്ചു. ആ വ്യത്യസ്തത നന്നായിട്ട് ബലം കണ്ടു കേട്ടോ. ചെറിയ കഷ്ണങ്ങളായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് മസാലയൊക്കെ നന്നായി പിടിച്ച് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ ചിക്കൻ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഉള്ളി മൂപ്പിച്ചെടുക്കാം. ഉള്ളി മൂപ്പിച്ചതില്ലാതെന്ത് ബിരിയാണിയില്ലേ. അതിനുവേണ്ടി ഒരു 3 സവാള കനം കുറച്ചരിഞ്ഞ് ചൂടായ എണ്ണയിലേക്ക് അങ്ങോട്ട് ഇടുക. അപ്പോൾ ദാ ഉള്ളി മൂപ്പിച്ചത് റെഡിയായി കഴിഞ്ഞു. അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് ഒന്ന് ഇളക്കി വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഇനി റെസ്റ്റ് ചെയ്യാൻ ഇരുത്തിയ ചിക്കന് വറുത്ത് കോരണം. കുറേ എണ്ണ ഒഴിച്ച് വറുത്ത് കോരേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് മുരിയിച്ചെടുത്താൽ മതി. ഇനി ചിക്കൻ വറുത്ത് കോരിയ എണ്ണ ഉണ്ടല്ലോ, അതിൽ തന്നെ ഒരു 6 സവാള ചെറുതായി മുറിച്ചിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. സവാള ഒരുവിധം നന്നായിട്ട് തന്നെ മൂത്ത് കഴിഞ്ഞാൽ 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചത്, അതുകൂടാതെ 1/2 കപ്പ് മല്ലിയില, 1/4 കപ്പ് പുതിന, എരിവിനനുസരിച്ച് പച്ചമുളക്, ഇത് 3 കൂടി ചതച്ചത്, ഒരു 4 തക്കാളി, ഇത്ര ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഉപ്പ് ആവശ്യത്തിന്. ഗരം മസാലയും ഉപ്പും എൻ്റെ വീഡിയോ ഒന്ന് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് പച്ചമണം മാറണ വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. മസാല അവിടെ ഇരുന്ന് മൂക്കുന്ന നേരം കൊണ്ട് നമുക്ക് ചോറിൻ്റെ കാര്യം കൂടി നോക്കിയാലോ. ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ചോറ് എപ്പോഴും കുക്കറിൽ വറ്റിച്ചെടുക്കുക കേട്ടോ ചെയ്യാറ്. കുക്കറിൽ പകുതി എണ്ണയും പകുതി നെയ്യും കൂടി ഒഴിച്ച് അതിലേക്ക് 2 പട്ട, 4 ഗ്രാമ്പു, 4 ഏലക്ക, 1 തക്കോലം, 2 ബേ ലീഫ്, 1/4 ടീസ്പൂൺ സാജീരകം, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 മണി കുരുമുളക്, ഇതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് കൂടാണ്ട് ഒരു മസാലയും കൂടി നമ്മളുടെ ചോറിലിടാണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിയില, 1 ടേബിൾ സ്പൂൺ പുതിന, 1 പച്ചമുളക്, ഒരു 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി ചതച്ചിട്ട് ഇതും കൂടിയും ഈ മസാലയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. മസാലയൊക്കെ ഒന്ന് മൂത്തുകൊണ്ട് നമുക്കിനി വെള്ളം ഒഴിക്കാം കേട്ടോ. ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് അരിയാവുമ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളം വെക്കണം. 6 കപ്പ് വെള്ളം വെക്കണം. ഇതാ വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞാൽ കഴുകി ഊറ്റി വെച്ച അരി ഇതിലേക്ക് ഇടുക. അരി ഇട്ട് കഴിഞ്ഞാൽ നന്നായി ഒന്ന് ഇളക്കി ഒരു തള വന്നിട്ടുണ്ടെങ്കിൽ അടച്ച് വെച്ചിട്ട് ഒറ്റ സ്റ്റീം വന്ന് സ്റ്റീം എല്ലാം പോയി കഴിഞ്ഞ് തുറന്നാൽ ചോറ് നല്ല പാകത്തിന് വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇതാ നമ്മൾ മസാലയൊക്കെ ഒരുവിധം നന്നായി മൂത്തു. നന്നായി മൂത്തപ്പോഴേക്കും എന്തായി, മസാലകളൊക്കെ ഡ്രൈ ആയി പോകും. അപ്പോൾ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഒരു ലൂസായിട്ട് അത് നല്ല ഒരു ചെറിയൊരു ഗ്രേവി പോലെ ആയി നിൽക്കും. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ അതിലേക്ക് അങ്ങോട്ട് കൊട്ടുക. എന്നിട്ട് നന്നായി ഇളക്കി ഒക്കെ മിക്സ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ പാകമൊക്കെ ഒരു കൃത്യതയോടെ നിൽക്കും, ഒരുപാട് ഡ്രൈ ആവാതെ. ഈ മസാലയുടെ ടേസ്റ്റ് ഒന്നും കൂടി ഇരട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വറുത്ത് വെച്ച സവാളല്ലേ, അതൊന്ന് കുറച്ചെടുത്തിട്ട് ഇതിലിട്ട് ഇളക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ബിരിയാണിക്ക് വേണ്ട ചിക്കൻ്റെ മസാല റെഡിയായി. ഇത് ഞങ്ങളെ വീട്ടിലത്തെ ഒരു കുട്ടി ഇറക്കിയാലാണ് കേട്ടോ. പേര് ആദു, എൻ്റെ കസിൻ്റെ മോളാണ്. അപ്പോൾ സ്കൂൾ അടച്ചത് കാരണം എപ്പോഴും ഞങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇനി ബിരിയാണിയിൽ ചെറിയൊരു പണിയും കൂടി ഉണ്ട് കേട്ടോ. ഒന്ന് ദമ്മിടുക. ഒന്ന് മിക്സ് ആവുക എന്നുള്ളത് മാത്രമേ ഞാൻ ഈ ദമ്മിടുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ എൻ്റെ ചിക്കനും ചോറും ഒക്കെ നന്നായി വെന്തതാണ്. ദമ്മിട്ടിട്ട് വേവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ബിരിയാണി ചെറുതായി ദമ്മിടാൻ വേണ്ടിയിട്ട് ചിക്കനും ചോറിനും കൂടി 2 ഭാഗമാക്കുക.
അതിലൊരു ഭാഗം ചിക്കൻ എടുക്കുക, അതിൻ്റെ മുകളിൽ ഒരു ഭാഗം ചോറിടുക. പിന്നെ സവാള മൂപ്പിച്ചത് കുറച്ചിട്ട് കൊടുക്കുക, പുതിന മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുക, അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തത് കുറച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല തൂവി കൊടുക്കുക, ഒരു 1.5 സ്പൂൺ നെയ്യ് തൂവി കൊടുക്കുക. അതിനുശേഷം അടുത്ത ഭാഗം ചിക്കൻ മുകളിലിട്ട് കൊടുക്കുക, അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യം പറഞ്ഞ എല്ലാ സാധനങ്ങളും ഈ ചോറിൻ്റെയും ചിക്കൻ്റെയും മീതിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവി പോവാതെ അടച്ച് വെച്ച് ഗ്യാസിൻ്റെ മുകളിൽ സിമ്മിൽ ഒരു 10 മിനിറ്റ് ഇടുക. എന്നിട്ടൊരു 5 മിനിറ്റ് ഓഫ് ചെയ്ത് വെക്കുക. ഇതൊക്കെ കഴിഞ്ഞ് അടപ്പ് തുറക്കുമ്പോൾ ഒരു മണമുണ്ട്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല, നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കും. പിന്നെ ഞാൻ ഈ ബിരിയാണി ദമ്മിട്ടിരുന്ന സമയത്ത് അതിൻ്റെ ചുറ്റും കുറച്ച് നിഴലുകൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇവിടുത്തെ കുറച്ച് വവ്വാലുകൾ മണം പിടിച്ച് പറന്ന് നടന്നിരുന്ന കാഴ്ചയായിരുന്നു കേട്ടോ അത്. മണം പോലെ തന്നെ ഗുണവുമുള്ള ഒരു ബിരിയാണി തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ബിരിയാണിയുടെ കൂടെ ഒരു സാലഡും ഒരു തേങ്ങാ ചമ്മന്തിയും കൂടി ഉണ്ടാക്കിട്ടോ. എല്ലാം കൂടി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീട്ടിൽ ഈ ബിരിയാണി ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതുപോലുള്ള സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ചില്ലി ഫ്ലേക്സ് കാണാനും സബ്സ്ക്രൈബും ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.